അടിപൊളിയായിട്ടുണ്ട് മിമിക്രി അങ്കിൾ. നല്ല രുചിയാ. രാവിലെ മുതൽ രാത്രി വരെ 7 ദിവസവും ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കും സൈക്കിൾ, ചവിട്ടിക്കൊണ്ടിരിക്കും പെഡൽ, ഓടിക്കൊണ്ടിരിക്കും സൈക്കിൾ. ഈ സൈക്കിളിന്റെ ടയർ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും. ഇതെന്താ കളിയാ ഇത്? ഇതൊരു അടിപൊളി കളിയാട്ടം. 7 രാത്രി 7 പകൽ ഞാൻ നിർത്താതെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും ആർക്ക് അത്ര പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല. ഇതെന്റെ ചലഞ്ചാണ്, ജബറുവിന്റെ ചലഞ്ചാണ്. വെല്ലുവിളിയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. വെല്ലുവിളിയില്ലാത്ത ജീവിതം അർത്ഥമില്ലാത്തതല്ലേ? അർത്ഥം ഉണ്ടെങ്കിൽ മാത്രം, ഈ അർത്ഥം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ജീവിതം ത്രില്ലിംഗ് ആയിട്ടുണ്ടാവുള്ളൂ. അത് തന്നെ, ജീവിതം വലിയ ത്രില്ലായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് കൈയടിച്ച് അടിക്ക് കൈ. അയാൾക്ക് എത്ര വലിയ മനസ്സാണെന്ന് കണ്ടില്ലേ? ഒരുപാട് ആഹാരം എനിക്ക് തന്നേക്കുക. അതേ ബില്ലും താൻ തന്നെ കൊടുത്തേക്കണം കേട്ടോ. അത് കലക്കി. അല്ലെങ്കിൽ തന്നെ താൻ എപ്പോഴാ ബില്ല് കൊടുത്തിട്ടുള്ളത്? ചേടാ, നിർത്താതെ 7 പകലും 7 രാത്രിയും സൈക്കിൾ ഓടിച്ചോണ്ടിരിക്കോ എന്ന് വെച്ചാൽ ശരിക്കും അത് അത്ഭുതം തന്നെ. അത് കാണാനായിട്ട് ജനങ്ങൾ കുറെ ടിക്കറ്റ് വാങ്ങിക്കുമല്ലോ. ഒരു മിനിറ്റ്. എന്താ പിടിച്ച 10 രൂപ? നമ്മൾ രണ്ടാളും തമ്മിലൊരു പാർട്ട്ണർഷിപ്പ്. നമുക്ക് രണ്ടാൾക്കും ചേർന്ന് ഷോ നടത്താം. പ്രോഫിറ്റ് ഷെയർ 50-50. നീ നല്ലോണം ചെയ്യണം കേട്ടോ. ഞാൻ ഒരുപാട് കാശുണ്ടാക്കാം. ഇന്ന് പിടിച്ചോളൂ, ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ ടിക്കറ്റാ. ഷോ ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു. ഹൗസ്ഫുള്ളായ എന്താ കുഴപ്പം? വന്ന കസ്റ്റമറിനെ തിരിച്ചയക്കാൻ പാടില്ല. പകുതി വിലക്ക് ടിക്കറ്റ് ഒക്കെ കൊടുത്തേക്ക്. അവര് നിന്ന് ഷോ കണ്ട് ആസ്വദിക്കട്ടെ. ജബ്രു, ലോകത്തിന്റെ 8ാമത്തെ അത്ഭുതം. ആളിങ്ങനെ നിർത്താതെ സൈക്കിളിൽ ഇങ്ങനെ സവാരി ചെയ്തുകൊണ്ടിരിക്കും. എന്താലേ ഷോ തുടങ്ങിക്കോ. ടിക്കറ്റ് എല്ലാം വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. എന്നാ ശരി, കാത്തിരിപ്പിന്റെ സമയം ഇതാ കഴിഞ്ഞിരിക്കുന്നു. കളി ഇതാ ഇപ്പൊ തന്നെ തുടങ്ങാൻ പോവാ. കണ്ടില്ലേ ജബ്രു ചേട്ടന്റെ പരാക്രമങ്ങൾ? ഓടിക്കൊണ്ടിരിക്കുന്ന സൈക്കിളിൽ ഇരുന്ന് തലയിൽ കലവും വെച്ചുകൊണ്ട് കാണിക്കുന്ന അഭ്യാസ പ്രകടനം. ബെല്ലാങ്കിൾ, ഈ ഓയിൽ നിങ്ങളുടെ തലവേദന ഇപ്പൊ തന്നെ മാറ്റിത്തരും. അവിടെ കിടക്കട്ടെ. ആരാടാ നട റോഡിൽ ഇങ്ങനെ ബാരല് കൊണ്ടുവന്ന് ഇട്ടത്? ഇവിടെ ആരുമില്ലേ? ഈ ട്രാഫിക് ബ്ലോക്ക് മാറ്റി തന്നതിന് താങ്ക് യു. മെൻഷൻ നോട്ട് സാറേ, ഇതൊക്കെ എന്റെ ജോലിയല്ലേ. ഇപ്പൊ വരുന്നു മാഡം. അവതരിപ്പിക്കുന്നു കാലിമാർക്ക് ഡയമണ്ട്. എടാ, ഈ ഡയമണ്ട് എങ്ങനെയാടാ മുട്ടയിട്ടത്? ബഹദൂറെ, നിന്റെ വണ്ടിന്ന് ഡയമണ്ട് അടിച്ചു മാറ്റിയിട്ട് അതുപോലെ നീ അറിഞ്ഞില്ലേ? പോലീസ് മാഡം, ഈ വാനിന്റെ ടയറുകളിൽ ചീത്തയുടെ അടയാളം ഇല്ലല്ലോ. എന്ന് വെച്ച ഡയമണ്ട് മാത്രമല്ല അടിച്ചു മാറ്റിയിരിക്കുന്നേ, ആ വണ്ടി മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുക. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മാഡം, കള്ളന് ഒരുപാട് ദൂരം പോകാൻ ചാൻസ് ഇല്ല. ഇപ്പൊ തന്നെ സിറ്റിന്ന് പുറത്തു പോകാനുള്ള എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യാൻ പറ. അപ്പൊ കള്ളന് ഫണ്ടൂഷ് നഗർ കടന്ന് പോവാൻ
ആരുടെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും അവർക്ക് കിട്ടുക. 2 കൈ മുക്കിപ്പിടിക്ക്. ഇവിടെ നനങ്ങി പോകരുത്, പറഞ്ഞേക്കാം. ഡോൽക്കി, വേഗം ട്രെയിൻ ഓണാക്ക്. എന്താണ് അവിടെ ഒരു ശബ്ദം? എന്തൊക്കെയാ തട്ടി പൊട്ടിക്കുന്നെ? ഡാ, അലാം അടിച്ചിട്ട് നീ അവിടെ ഇരുന്ന് കൂർക്കം വലി ചൊറങ്ങുകയല്ലേ? ഡാ ബഹദൂറെ, ഈ രാത്രി സമയത്ത് എന്റെ ഉറക്കം കിടത്തിയത് ആരാന്നൊന്ന് നോക്കി പറയടോ. മാഡം, ATM മെഷീനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ, ദൈവത്തെ ഓർത്ത് എനിക്ക് എന്തെങ്കിലും തരൂ. നിങ്ങൾ എനിക്ക് 1 രൂപ തന്നാൽ അത് 10 രൂപയായി ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും. ഈ ചില്ലറ എന്റെ കയ്യിലുള്ളെടുത്തോ. എന്നെ ഒന്നും ചെയ്യരുതേ, എന്നെ വിട്ടേക്ക്. നമ്മൾ ഇവിടെയുള്ള ATM മെഷീൻ തന്നെ പൊക്കിയിരിക്കുക. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭിക്ഷയാചിച്ച് കിടക്കുന്നത്? ATM തുറക്കാനുള്ള താക്കോൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ രാത്രി നേരത്ത് നിങ്ങൾക്ക് കാശിനെന്താ ഇത്ര അത്യാവശ്യം പല്ല സാറേ? ഞാനിപ്പോ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിലേ അവരെനിക്ക് ഫൈൻ ചാർജ് ചെയ്യും. വല്ല എന്തിനാ ഫൈൻ അടയ്ക്കുന്നത്? പണമൊന്നും മറന്നു കഴിക്കുന്നൊന്നും അല്ലല്ലോ. ഇവന്മാര് കണ്ട് ഈ സമയത്ത് എവിടെന്നാ വന്ന് കയറിയത്? ഇവന്മാര് സംശയിക്കുന്നതിന് മുന്നേ ATM മെഷീൻ എടുത്ത് താഴെ വെച്ചേക്കാം. എടാ എടാ, എന്താ നീ ചെയ്യുന്നത്? അല്ല, ഈ ATM മെഷീൻ പുറത്ത് റോഡിലേക്ക് എങ്ങനെയാ വന്നത്? ടെക്നോളജിയൊക്കെ ഇപ്പൊ വേറെ ലെവലിലാ പോയിക്കൊണ്ടിരിക്കുന്ന പല്ല സാറേ. നമ്മൾ ഈ ATM മെഷീൻ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് മെഷീൻ നമ്മുടെ അടുത്തേക്ക് വന്നത് കണ്ടില്ലേ? ഇനി പറ, നമ്മൾ എത്ര കാശാ ഇതിൽ നിന്ന് എടുക്കേണ്ടത്? 10 രൂപ എടുക്കണം. 10 രൂപയോ? 10 രൂപ എടുക്കാനാണോ ഇത്രയും ദൂരം നടന്നു വന്നത്? എന്റെ പൊന്ന് പല്ലാ സാറേ, ATM മെഷീന് 10 രൂപയൊന്നും വരില്ലെന്നേ. കുറഞ്ഞ പക്ഷം 100 രൂപയെങ്കിലും എടുത്തേ പറ്റൂ. എന്താ 100 രൂപയോ? 100 രൂപ ചെലവായി പോയ എന്ത് ചെയ്യും? പെട്ടെന്ന് പറ പല്ലാ സാറേ, കാശ് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ടോ ഇല്ലയോ? എന്നാൽ ശരി ശരി, എടുത്തോ എന്റെ 100 രൂപ. അയ്യോ, ഈ കാർഡ് ATM മെഷീനകത്ത് കുടുങ്ങി പോയല്ലോ. ഓ, ഇവന്മാരെ എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നത്? നിങ്ങളുടെ കാർ ഡാമേജ് ആയിരിക്കുന്നു. ഇവിടുന്ന് മുങ്ങുന്നതാ നല്ലത്. കൊള്ളാൻ ചേട്ടാ, നിങ്ങളുടെ പവർ ഞാൻ സമ്മതിച്ച് തന്നേക്കുന്നു. ATM മെഷീനിന്റെ കാർഡ് കൊണ്ട് പോയേക്കോണല്ലോ. ATM മെഷീനെ നിൽക്ക്. ഡോൾക്കി, വേഗം ഇതങ്ങ് വിഴുങ്ങ്. ഇതിന് പാവക്കേക്കാളും കയ്പാണല്ലോ. പക്ഷെ ചേട്ടാ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മരുന്ന് വർക്കായില്ലേ? എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഡോൾക്കി. വരൂ അമ്മാവ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്ത് സാധനമാ കാണിച്ചത്? ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞത്? നീ അത് കണ്ടോടാ, അവർ ഈ വഴിക്കാ പോയത്. പക്ഷേ അവരാരും നമ്മളെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ മായയായി മറഞ്ഞു പോയെന്നർത്ഥം. അല്ല ചേട്ടാ, എന്ന് വെച്ചാ നമുക്ക് പരസ്പരം കാണാൻ പറ്റും. പക്ഷേ വേറെ ആർക്കും നമ്മളെ കാണാൻ പറ്റില്ല. എടോ പൽവൻ, താനെന്നെ തള്ളിയിടല്ലേ, ഞാൻ പറഞ്ഞു തരാം. എവിടെ പോയത് കാണുന്നില്ലല്ലോ. ഓ, ഞാനത് ഇവിടെയാണല്ലോ വെച്ചത്. പിന്നെ അത് അവിടെ പോയി. കോജി അങ്കിളെ, നിങ്ങൾ എന്തായി തേടുന്നേ? ഞാൻ പുതിയതായിട്ടൊരു സാധനം കണ്ടുപിടിച്ചിരുന്നു. അത് കഴിക്കുന്നവർ അപ്രത്യക്ഷമാകും. അത് കൊള്ളാം. പക്ഷേ ആ ടാബ്ലറ്റ് മാഞ്ഞു പോയോ? അടിച്ചു മാറ്റാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. ഇതിനേക്കാൾ നല്ല സ്ഥലം വേറെയില്ല.
എന്റെ പേഴ്സ് പോയേ. അയ്യോ എന്റെ പേഴ്സ്. അയ്യോ അയ്യോ പോലെ വേഗം പോവാണല്ലോ. ഇതെന്താ ഇങ്ങനെ? അയ്യോ പ്രേതം